ഹലോ, വെൽക്കം. ഹായ്. അപ്പോ 2 വർഷം കഴിഞ്ഞിട്ടാണ് MIT നിങ്ങൾ വന്നിട്ടുള്ളത്. വന്നവിടെ തന്നെ എന്താ ഫീൽ ചെയ്ത്? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട് നമ്മളെ ചേഞ്ചസ്? കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് പേര് എന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞെടുത്താലോ? എന്താ പേര്? അനൂപ. മജിക്കൽ കോണ്ടാക്ടർ SC വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ശ്വേത. ഞാൻ ചാലക്കുടി മജിക് ഫ്യൂച്ചറിൽ SC വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ശ്വേത. കൊയിലാണ്ടി മജിക്കറിൽ SC വർക്ക്. എന്റെ പേര് എംബ. ബാലുശ്ശേരി മജിക് ഫ്യൂച്ചറിൽ SC വർക്ക് ചെയ്യുന്നു. ഇവിടെ മൗറൂർ തന്നെ. എന്റെ പേര് ശ്രുതി. കോണ്ടാക്ട് മജിക് എത്തുന്നു. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര വരെയുള്ള നിങ്ങളെ ജേർണി? ജോബിന് പഠിച്ചവിടെ തന്നെ നിങ്ങൾ ജോബിന് കയറി. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പഠിച്ചത് അതേപോലെ ഉണ്ടായിരുന്നോ? അവിടെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. പഠിച്ചപാട് ജോലി കിട്ടിയത് വലിയ സന്തോഷമാണ്. അടിപൊളിയായിട്ട്. ശ്രുതിക്ക് എന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച് നമ്മളിവിടെ തന്നെ പ്ലേസ്മെന്റ് വന്നു. തൊണ്ടാട് തന്നെയാണ് ഫസ്റ്റില് നിൽക്കുന്നത്. ഇപ്പം 2 ഇയർ കഴിഞ്ഞ് അതിലാണ് സന്തോഷമുണ്ട് ഇവിടെ തന്നെ ഉള്ളത്. നൈസാണ്. അപ്പൊ MIT നിങ്ങളെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടില് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ മൊബൈൽ നമുക്കൊന്നും അറിയില്ല. ഈ ഒരു ഫീൽഡിലൊന്നും അറിയില്ല. മൊബൈലിനെ പറ്റി പ്രത്യേകിച്ച് ഗേൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ട് പറ്റും, നമുക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് പഠിച്ച് കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടിയൊരു കോൺഫിഡൻസിലാണ് നമ്മള് ഈ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമർക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് പറ്റി പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും സെറ്റായി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ ഏത് കസ്റ്റമർ ഏത് ടൈപ്പിൽ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇതിന്റെ ഒക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് MIT തന്നെയാണ് നൽകിയത്? എങ്ങനെയായിരുന്നു? ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ട്രെയിനിങ് തരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതിന്റെ ഒരു ബിൽഡപ്പ് ചെയ്തിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ബാക്കിയുള്ള ഏത് ഇൻഡസ്ട്രിയിലായാലും വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് സാലറി അല്ല, നമുക്ക് എത്ര സാലറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മളാണ് തീരുമാനിക്കണേ. വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥലത്തും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കണില്ല. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് കുറെ മാറ്റങ്ങളാണ്. സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റിയത് മനസ്സിലാവുന്ന ശേഷമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാരീഡ് ആയിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ MITയും പിന്നെ വർക്ക് ലൈഫ് ബാലൻസും എങ്ങനെയാ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്തത്? വർക്കും പേഴ്സണൽ ലൈഫും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ക്ഷമ എന്താന്നുള്ളത് പഠിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്ക് സംസാരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയത് ഒന്നാണ്. വേക്കൻസി സപ്പോർട്ടും നമ്മൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ബാക്കെൻഡിൽ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വർക്കും പേഴ്സണൽ ലൈഫും നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യും? സർവീസിംഗ് ആണ് കൂടുതലായിട്ട് ഞാൻ നിന്നിട്ടുള്ളത്. കസ്റ്റമർ ഡീലിംഗ് അധികം കുറവാണ്. പക്ഷെ എന്നാലും ഡീലിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഒരാൾ നമ്മൾ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ ഫുള്ള് ഡീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊണ്ടയാട്ടില് ഇപ്പൊ ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഇപ്പം ഏത് രീതിയിലുള്ള ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള സൊല്യൂഷൻസ് നമ്മൾ ആദ്യം കൊടുക്കാറുണ്ട്. ഇപ്പം ഇഷ്യൂസ് കാര്യങ്ങൾ അധികം വരുന്നതാണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഇവിടുന്ന് തന്നെയാണ് നമ്മൾ പഠിച്ച് എവിടുന്നത്? തൊണ്ടയാട് സ്റ്റോറിൽ തന്നെ ബിൽഡ് ചെയ്ത് വന്നാണ്. ഓക്കെ. ബിൽഡ് ചെയ്ത് അതിന്റെ മുന്നേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളും MIT പഠിപ്പിച്ചിട്ടില്ലായിരുന്നു? പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് വന്നത് MIT നമുക്ക് എന്താ പറയാ ഈ രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കണം, ഈ രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ സ്റ്റോറിലേക്ക് മാറി കഴിഞ്ഞപ്പോഴാണ് അത് ഇത്രത്തോളം നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് പോവാണെങ്കിൽ അതവിടുത്തെ ലൈഫിലേക്ക് മാറും. രണ്ടും സ്വിച്ച് ചെയ്തിട്ട് തന്നെ. നിങ്ങളെ MITന്റെ എക്സ്പീരിയൻസ് കുസൃതികൾ ചെയ്തിട്ടുണ്ടാവല്ലോ എന്തെങ്കിലും? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും എന്താ പറയാ എൻജോയ് ചെയ്തിട്ടാണ്
ആ ഒരു സംഭവം ഉണ്ടായത്. അതിപ്പോ സംസാരിച്ചിട്ടാണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇവിടെ ആ ഒരു ടോക്കിങ്ങും ഉണ്ട്, എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടാണ്. ഏതെങ്കിലും മെമ്മറബിൾ എന്തെങ്കിലും ഉണ്ടോ? സോൾഡറിങ് ഫസ്റ്റ് ടൈം പഠിപ്പിക്കുന്ന സമയത്ത് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന് സോൾഡർ ചെയ്ത് മറ്റേ മുട്ടസൂചിയൊക്കെ തന്നിട്ട് ആദ്യം സോൾഡറിങ് ആയ നമ്മളൊന്ന് ഉപയോഗിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് തന്ന സമയത്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടാവും. രൂപമൊക്കെ ഉണ്ടാക്കിയ സാധനം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാനൊക്കെ? പഠിച്ചു തുടങ്ങിയപ്പോ ആദ്യം നമ്മള് അറിയുന്നില്ലല്ലോ, പഠിച്ചു തുടങ്ങിയപ്പോ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മളൊരു കോൺഫിഡൻസ് എത്തി, നമുക്ക് ചെയ്യാൻ പറ്റും. അസ്റ്റേജ് ഒക്കെ ചെയ്യുന്നില്ലേ, സെപ്പറേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, എത്ര നീറ്റിലാക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ. അപ്പൊ ഇപ്പൊ പഠിപ്പിച്ചു തരാണെങ്കിലും നമ്മളൊരു പൊസിഷൻ നോക്കുന്നത് വെച്ചാല് ആരാണ് ഏറ്റവും കൂടുതൽ ഇന്ന വർക്കുകളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ക്ലാസ്സിലും എന്റർടൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പറയാൻ പറ്റില്ല. നിങ്ങളെ പേഴ്സണൽ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു MIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി? നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്ത്? വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇതൊരു ആണുങ്ങൾ ചെയ്യുന്ന വർക്ക് അല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആസ് എ വുമൻ, ആസ് എ ഗേൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആണുങ്ങളെ പണിയല്ലേ? അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവൂലേ? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്താ ആൻസർ കൊടുക്കുക? നമുക്ക് അതായത് വുമൻസിനും ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് കൂടുതലും മനസ്സിലായത്. ആരും പുറകോട്ട് നിൽക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് സർവീസ് എന്നുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ MIT വന്നപ്പോൾ ഇവിടുത്തെ സാറുമാരായാലും നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടാണ് ഇപ്പൊ ഈ പോസ്റ്റിൽ നിൽക്കുന്നത്. വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സാധനം ആ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ ഒരാള് നമ്മുടെ ഷോറൂമിൽ വരികയാണെങ്കിൽ ഇവിടെ ആളില്ലേ, സർവീസർ ഇല്ലേ, അങ്ങനെ ചോദിക്കും. രാവിലെ തന്നെ കേൾക്കാൻ നമ്മൾ ഡെസ്പ് ആവാം എന്ന് നമ്മളെ കൊണ്ട് പറയും. നമ്മൾ കോൺഫിഡൻസിൽ പോകുന്നതായി അവർ ചോദിക്കുന്നത്. ഞാനാണ് സർ സർവീസിന്റെ ഇപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ഒരു വിശ്വാസം കുറവ്. പക്ഷെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് വെച്ചാൽ ഓക്കെ. ഇൻ കേസ് നമ്മളവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റ് ഒരിടത്ത് പോവാം, നമ്മളിവിടെ നിൽക്കുന്ന പോലെ ഒരു അറിയില്ല. എക്സ്പീരിയൻസ് ഉണ്ട്. അതുണ്ടാവും. അത് ഇപ്പം ഓൾമോസ്റ്റ് എത്ര പെണ്ണുകളാ ചിലപ്പോൾ ഉണ്ടാവും. കാരണം എല്ലാവരും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ആണ് പെണ്ണുങ്ങൾ ജെൻഡർ ഒന്നും ഇല്ലാത്ത ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്യാം. അതെ, ഈ സാധനം നിങ്ങൾ മാറ്റണം. പിന്നെ ഓരോരുത്തരുടെ ഫോൺ ധൈര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഡാറ്റ പ്രൈവസിയാണ്. അതുകൊണ്ട് ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഫോൺ നമ്മൾക്ക് സർവീസിന് വരുന്നുണ്ട്. പ്രത്യേകം ചോദിക്കും. പെണ്ണുങ്ങളോട് അധികം ചോദിക്കും. വേറെ ആരെങ്കിലും നിങ്ങൾ എൻകൗണ്ടർ ചെയ്തിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ? പക്ഷെ നമുക്ക് സെലിബ്രിറ്റീസിന്റെ ഫോൺ റിപ്പയർ ചെയ്യാനുള്ള അപ്പൊ അവർക്ക് വിശ്വാസമാണ് നമ്മളിൽ തരാൻ. അപ്പൊ അങ്ങനെ അനുപമ പരമേശ്വരന്റെ ഇത് ഞങ്ങളുടെ വീട് നിയറസ്റ്റ് ആയിരുന്നു. ഞാനപ്പോ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നു. ശരി. ഈമല നാവികസേന അവിടുത്തെ ഒരു മേജർ ഉണ്ട്. നമ്മളെ ഈ തൊണ്ടയാട് സർവീസ് സെന്ററിന്റെ അത് നോക്കിയിട്ട് അവര് വന്നിട്ടുണ്ട്. അവരെ ഒരാളെ കയ്യിൽ കൊടുത്തയച്ചിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഒരു വീണ്ടും ഒരാളടുത്ത് കൊടുത്തയച്ചിട്ട് ഇവിടെ വന്ന് സർവീസ് ചെയ്തിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു പെണ്ണുങ്ങൾ വിളിച്ചു. ഒരു ഏതോ എന്താ റാങ്കിലിരിക്കുന്ന ഒരു പോലീസ് അല്ലെ, ഒരു ലേഡി. അവർക്ക് ഡാറ്റ പ്രൈവസി വേണം, വുമൻസ് മാത്രല്ലേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. കുറെ കേസ് അതിൻ്റെ തന്നെ ഇങ്ങനത്തെ ഒരു കേസ് കണ്ടോ. അതൊരു മെയിൻ കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പോ സ്റ്റോറിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. അതിന്റെ ഇപ്പോ എന്താ പറയാ, ജെൻഡർ നോക്കിയിട്ടല്ല ഇവിടെ ഉള്ളത്. സർവീസിന് ഇപ്പോ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഏറ്റവും എന്താ പറയാ, ഇങ്ങനെ ചെറിയ ചെറിയ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. ഏതെങ്കിലും ക്രിട്ടിക്കൽ ഒരു കേസ് വന്നിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഇത് ശരിയാക്കുമോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാള് വീണ്ടും വീണ്ടും ഫോണായിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഫസ്റ്റ് ടൈം വരുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു ഫോൺ തരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ഥിരമായിട്ട് ഒരു ഫോൺ നമ്മുടെ അടുത്ത് തന്നെ സർവീസ് സർവീസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വരും.
ചോദിച്ചു വരും. ഓക്കെ. ഏതെങ്കിലും ഫോണ് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല നിങ്ങളെ കൊണ്ട്? ആ വന്ന ആളും ഭയങ്കര ഡോമിനേറ്റിങ്ങും ഭയങ്കര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നതാ. അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ടെക്നിക്കലായിട്ട് നമുക്ക് നോളജ് ഉണ്ടെന്ന് അറിയുമ്പോൾ കസ്റ്റമേഴ്സ് മനസ്സിലാവും ചെയ്യാൻ കേപ്പബിൾ ആണ് അത് വിചാരിക്കുന്നത്. പിന്നെ നമ്മളത് ചെയ്ത് ഒരു കയ്യിൽ അത് സൈൻ കൊടുക്കുമ്പോൾ അവര് പിന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നെ തരും. എന്താ പറയാ, സർവീസ് ചെയ്ത് ചെയ്യണം അത് ചെയ്യണം എന്നിട്ട് ഓരോന്ന് ഇങ്ങോട്ട് തന്നെ കൊണ്ടു തരാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെയ്യുമ്പോ ഈ ഫോണ് ഇത് ഞാൻ ശരിയാക്കോ, മീൻസ് ഇതിനെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട് വന്നിരുന്നോ? എന്നിട്ട് അത് ശരിയാക്കിയിരുന്നു ആ ഫോൺ? തുടക്കത്തിൽ എല്ലാവർക്കും അതുണ്ടാവില്ല. തുടക്കത്തിൽ എല്ലാവർക്കും സ്റ്റാർട്ടിങ് അപ്പൊ അക്സെപ്റ്റേഷൻ നമുക്ക് തോന്നും ഇത് എനിക്ക് ചെയ്യാൻ പറ്റണം എങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ ആക്കുമ്പോൾ റെഡായിട്ട് സെറ്റ് വന്നത് ഓണാക്കി കൊടുക്കുന്നത് ഓണായി വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഫീൽ. അതായത് അതാ കസ്റ്റമർക്ക് അവരത് യൂസ് ചെയ്ത് ഇത്രയും കാലം യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളെങ്ങനെ ഓക്കെ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ ലൈഫും പേഴ്സണൽ ലൈഫ്? പോലെയാണ് റെഡി ഓക്കെ. നിങ്ങൾ പഠിക്കാൻ വരുമ്പോ നിങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? പഠിക്കാൻ വരുമ്പോ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വന്ന ഫീൽഡായിട്ട് എല്ലാരും ഇഷ്ടപ്പെട്ടു വന്ന ഫീൽഡ് അല്ല? ചിലര് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട് വന്നല്ല. എനിക്ക് ഈ കോഴ്സ് ഞാൻ IT കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സ്പെക്ട്രം സോഫ്റ്റ്വെയറിൽ ഇന്റർവ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. എന്താന്നുള്ളത് അറിയില്ലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് ആ കോഴ്സ് ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞപ്പം ചെയ്ത് നോക്കി. ഞാൻ ആദ്യം പഠിച്ചത് ഹാർഡ്വെയർ ആണ്, കമ്പ്യൂട്ടറിന്റെ. മൊബൈലിന്റെ ഹാർഡ്വെയർ ആയപ്പോ നോക്കി നോക്കാന്നുള്ള മൈൻഡിൽ വന്നതാണ്. പക്ഷെ കേറി കഴിഞ്ഞപ്പം അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ നോളജ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയത്. ആ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്, എന്താ പറയാ, സ്മൂത്ത് ആണ്. അതുകൊണ്ട് ആ ഒരു ഇഷ്ടം വരില്ല നമുക്ക് ഉള്ളിൽ നിന്ന്. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ഈ കോഴ്സ് പഠിച്ചിട്ട് വന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഈ നോർമൽ ചെയ്യുന്ന സർവീസ് കൂടാണ്ട് ബോർഡ് ലെവൽ സർവീസ് വരില്ലേ, അതാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ളത് അതാണ്. അപ്പം അത് ചെയ്യുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. അത് ഓണാക്കുമ്പോ ഒരു ഹാപ്പിനെസ്. നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും മൈൻഡിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഗേൾസ് ചെയ്യും? നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടായിരുന്നു അത് ലൈക്ക് ഇത് ഗേൾസിന് ചെയ്യാൻ പറ്റുമോ? ഇലക്ട്രോണിക്സ് ബേസ് പഠിച്ചതുകൊണ്ട് ഇപ്പൊ ടിവിയിൽ ഏഡ് കണ്ട സമയത്താണ് അപ്ലൈ ചെയ്ത് നോക്കാം അങ്ങനെ വന്നതാണ്. അപ്പൊ ഇവര് പിന്നെ ഇവര് ഇന്റർവ്യൂവിനെ വിളിച്ച സമയത്തൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്റർവ്യൂവിന് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നോ അങ്ങനെ ഉള്ള ഒരു ഇതുണ്ടായില്ല. അപ്പം എനിക്ക് കുറച്ച് ലോങ് ആണ്. ഞാൻ അമ്മയും കൂട്ടിയിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പൊ വരുമ്പോ ഭയങ്കര ഉണ്ടായത് ഫസ്റ്റ് കോഴിക്കോട് കാണാം, അങ്ങനെ പോവാം, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു ഇന്റർവ്യൂവിന് എക്സാം ചെറിയ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് അവര് പാസ്സായി സെലക്ട് ആയി വിളിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോ വരുന്ന സമയത്തും നമുക്ക് ഉറപ്പില്ല നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് ഇവിടെ നിന്ന് പഠിക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ വന്ന് പക്ഷെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെയും ഫാക്കൽറ്റീസിന്റെയും ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ജോയിൻ ചെയ്യുന്നു. കാരണം അതുപോലെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തത് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ മൈജ ആയതുകൊണ്ടാണ് എനിക്കിപ്പോ കേരളത്തിൽ എല്ലാവരും മൈജുള്ളതുകൊണ്ട് എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് ജോലി ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ വേറെ ആർക്കെങ്കിലും ഇപ്പൊ വരാൻ പോകുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും പഠിച്ചറിയാൻ കഴിഞ്ഞാൽ അവർക്ക് അവർ നാട്ടില് ജോലി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. MIT പുറത്തു പോകാനുള്ള നല്ല സ്കോപ്പ് ഉണ്ട്. പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ വരുന്നത്. ഇപ്പൊ പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊരു പ്രാവശ്യം പറഞ്ഞ കേട്ടിന് ഇത്ര കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. അതെന്തായിരുന്നു സ്റ്റോറി? കാരണം കുറെ കാലം വീട്ടിലിരുന്നിട്ട്
പിന്നെ ഇവിടെ വീണ്ടും വരുമ്പോ എന്തായാലും കൊടുത്ത് അത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കാരണം നമ്മളിപ്പോ ഒരു ജോബിലേക്ക് കയറി കഴിഞ്ഞല്ലേ നല്ല മോട്ടിവേഷൻ കിട്ടുന്നു. അല്ല ഇപ്പൊ നമ്മൾ ചെയ്യില്ല, നമുക്ക് മടിയാണെന്നുണ്ടെങ്കിൽ പോലും ഇവര് പറഞ്ഞത് ആ ലെവലിലേക്ക് എത്തിക്കും. അതെങ്ങനെയാണ് അത്ര ട്രെയിനിങ്ങും നല്ല സപ്പോർട്ടിങ്. നമ്മളിപ്പോ വന്ന ഒരു ഗ്രൂമിങ് ആണെങ്കിലും പഠിത്താണെങ്കിലും ഒക്കെ പറ്റിയിട്ടില്ലെങ്കിലും ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ ആൾക്കാർ പറയുന്നത്. സോ ഇപ്പത്തെ നമ്മളെ ഈ യൂത്ത് ജനറേഷന് നിങ്ങൾ ഈ ജോബിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, ലൈക് ഫ്യൂച്ചറിൽ? ഫ്യൂച്ചറിലേക്ക് നല്ല ഹോപ്പുള്ള ഒരു ജോബാണ്. നമ്മളെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പഠിച്ചെടുക്കാൻ സുഖമാണെന്നല്ല, അത്ര സുഖമുള്ള ടീച്ചറുകളോട് പഠിച്ചെടുക്കാന്ന് പറ. അല്ല ആണെങ്കില് നല്ല രീതിയിൽ പഠിച്ച് നല്ലതായിരിക്കാം. MIT ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അത്യാവശ്യം നമ്മൾ പഠിക്കാനും സപ്പോർട്ടിങ്ങും ഒക്കെ ഉള്ളതാണ്. ഓക്കെ. പിന്നെ ഇവിടെ എന്താ വെച്ചാല് ക്ലാസ്സിന്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ നമ്മള് സ്കൂളിൽ പഠിച്ച രീതിയിരുന്നില്ല. എന്താ പറയാ, ഒരു കുട്ടിക്ക് ആ ഒരു മനസ്സിലാവുന്ന വരെ നമുക്ക് പഠിപ്പിച്ച് ആ ഒരു ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ അറിയില്ലേ. ഒരു കുട്ടിക്ക് ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് നല്ല രീതിയിൽ പഠിച്ചാൽ ഓക്കെ. അപ്പൊ നിങ്ങൾ എത്ര ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പഠിത്തം ടീച്ചിങ് നിലക്ക് പഠിക്കാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? അപ്പൊ ആ ഫീലും ഇപ്പൊ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യണം മൈജിയിൽ തന്നെ, ആ ഒരു ഫീൽ എന്താണെന്ന് പറയും? ഗ്യാപ്പ് ലൈഫ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ആദ്യം ഒരാളോട് സംസാരിക്കാൻ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. ഇപ്പം ഫ്രീ ആയിട്ട് സംസാരിക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സാലറി കിട്ടുന്നതിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിലേക്ക് ഇവരൊക്കെ ചേച്ചിനേക്കാളും കുറച്ച് എന്താ യങ്ങറാണ്. അപ്പൊ ഇവരെ ചേച്ചി ആ ടൈമില് എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്? ഇവരെ കൂടി സപ്പോർട്ടോടാണ് എനിക്ക് പഠിക്കാൻ നമ്മൾ ടീം തന്നെ ഒരു സെറ്റ് ആയിരുന്നു. നല്ല സെറ്റ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏതെങ്കിലും ടോൺസ് എന്തെങ്കിലും നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രായത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ? അതൊക്കെ ചോദിക്കേട്ടുണ്ട്. അത് പറ. വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നാട്ടിലുള്ളവർക്ക് ഭയങ്കര ചേച്ചി പറയട്ടുമുണ്ടല്ലോ. എന്നോട് ചോദിച്ചില്ല ഈ പ്രായത്തിലാണ് പഠിക്കാൻ പോണത് എന്ന് ചോദിച്ച എത്രയോ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരോട് ചേച്ചിക്ക് എന്താ പറയാ? ജോലി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ക്യാഷ് കിട്ടും. അങ്ങനത്തെ ആൾക്കാരോട് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാറ്? എന്തായി ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. പറയണൊരു ഇരിക്കുന്നുണ്ട്. ക്ഷമ അത്യാവശ്യം വേണ്ട സാധനം. ഇപ്പൊ കസ്റ്റമർ അടുത്താണെങ്കിലും ഒരു ഫോൺ ചെയ്യുകയാണെങ്കിലും ക്ഷമ വേണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം ചിലവരെ, എല്ലാവരും അല്ല ചിലവർ. നമ്മളെ ജില്ലാത്ത ആൾക്കാർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആയിട്ട് കസ്റ്റമർ കിട്ടിയിട്ടില്ലെങ്കിൽ പക്ഷെ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കസ്റ്റമറിനെ ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താണോ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ആൻഡ് എനിക്ക് തോന്നുന്നു MIT ഇപ്പോ എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ്, അതായത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടുതലാണ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാം. പോയിന്റ് പറഞ്ഞാ നിങ്ങൾക്ക് എന്താ അഡ്വൈസും കാര്യങ്ങൾ കൊടുക്കാനുള്ള ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് വരാൻ പോണ നമ്മള് കസ്റ്റമർ ഇല്ലേ, കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനാണ് ഫസ്റ്റ്. അതായത് ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് ഫോണ് കിട്ടിയാലല്ലേ നമുക്ക് ആ സർവീസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവരായിട്ട് സംസാരിച്ച് ആ ഫോണ് നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി ആദ്യം വേണം ട്രീറ്റ് ചെയ്തിട്ട് ആ ഫോണ് വാങ്ങിച്ച്, അതായത് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ അവരെ കയ്യിൽ സർവീസ് ചെയ്യാനുള്ള എന്തായാലും അത് നമുക്ക് തരുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കും. ഒരു സർവീസ് എഞ്ചിനീയർ നിലവിൽ സർവീസ് എഞ്ചിനീയർ നിങ്ങൾ എന്താ അഡ്വൈസ് കൊടുക്ക ഇപ്പൊ വരാൻ പോണ മെത്തേഡ് വെച്ചാൽ ഇപ്പൊ ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചിട്ട് ഇപ്പൊ ക്ലാസ് ചേഞ്ച് ആണെങ്കിൽ ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കാരണം ക്ലാസ് ചേഞ്ച് ആണെങ്കിൽ ക്ലാസ് ചേഞ്ച്, ബോർഡ് ലെവൽ ആണെങ്കിൽ ബോർഡ് ലെവൽ.
അങ്ങനെ ഓരോന്നിനുള്ള സെപ്പറേറ്റ് ഇടുന്നുണ്ട്. നമുക്ക് ട്രെയിനിങ് MIT ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് S1 S2 അങ്ങനെ ആണ് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് നോർമൽ സർവീസിങ്, ക്ലാസ് ചേഞ്ച്, ബോർഡ് ലെവല്, അങ്ങനെ ചിപ്പ് ലെവല്, ആ രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഏതാണ് ഏറ്റവും ഇതാണ് വേണ്ടത് ഉള്ളത് കണ്ടിന്യൂ ചെയ്യാം. ചെയ്യാൻ പറ്റും. അതിപ്പോ MIT-ലെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബോർഡ് ലെവലാണ് എനിക്കിപ്പോ പറയാം, എനിക്ക് സാർ എനിക്ക് ബോർഡ് ലെവലാണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം. അതിലേക്ക് നമുക്ക് ഏതാണ് ഇഷ്ടം അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ അതിലുള്ള ഒരവസരമുണ്ട്. ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലക്കാണ് അവർ ചോദിക്കുന്നത്. ആസ് എ ടെക്നീഷ്യൻ സർവീസ് അല്ല, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്ത് കൊടുത്തു, അത് ചെയ്ത് കൊടുത്തു, നമുക്ക് അതൊരു പ്രോഫിറ്റ്, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വർക്ക് നമുക്ക് ചെയ്ത് കൊടുത്ത് ശരിയാക്കി കൊടുത്തിട്ട് വീണ്ടും ആ വർക്ക് റിട്ടേൺ വരാത്ത രീതിയിൽ നമ്മളത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു കസ്റ്റമർ കൊണ്ടുവരുമ്പോ കസ്റ്റമർ പറയണോ, ഒരു കംപ്ലൈന്റ് കസ്റ്റമർ പറയണോ, നമ്മൾ ആ കംപ്ലൈന്റ് മാത്രം ശരിയാക്കി കൊടുത്തു. അതിന് പിന്നെ കുറച്ച് നാളെ ഒരു 2 ദിവസമോ കഴിയുമ്പോൾ ആള് വേറെ കംപ്ലൈന്റ് കൂടെ വരാം അതേ ഫോൺ. അപ്പൊ അവര് പറയാ നമ്മൾ ചെയ്ത് കൊടുത്ത്, നമ്മളിവിടെ ഫോൺ റിപ്പയർ ചെയ്തതിന് ശേഷം ഈ കംപ്ലൈന്റ് വന്നു, ഈ കംപ്ലൈന്റും കൂടി ഉണ്ട് ഇപ്പോ, അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ, മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോ നമുക്ക് ഇൻകം ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നമുക്ക് ചെറിയ ലോസ് ഒക്കെ വരും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഗുഡ് റെപ്യൂട്ടേഷൻ എടുക്കാൻ പറ്റും. ഒരു കസ്റ്റമറിന്റെ ബാക്കപ്പ് ആണ് നമുക്ക് വേണ്ടത്. ഒരു കസ്റ്റമറെ റെഫർ ചെയ്തിട്ട് വേറൊരു കസ്റ്റമർ അവിടെ നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് മൗത്ത് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങളെ ഓർമ്മയിലുള്ള ഏറ്റവും ഫണ്ണിയസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ്? ഞാനൊരു സ്റ്റോറിൽ നിൽക്കുമ്പോ ഒരു ലേഡി വന്നു, ലേഡി കസ്റ്റമർ. അപ്പൊ അവർ ചോദിച്ച സർവീസ് ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പള്ളിയിൽ പോയതാ, ഞാൻ സർവീസ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ കുറച്ച് ഓവറാക്കിയില്ല, കുറച്ച് പതുക്കെ തന്നെ പറഞ്ഞു ഞാൻ സർവീസ് ചെയ്യുന്നു പറഞ്ഞു. പറഞ്ഞു ഓക്കെ, എന്നാല് ഇങ്ങനെയാന്ന് എൻ്റെ ഒരു ഫോൺ ഉണ്ട്, ആ ഫോണിന് ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്, ബോർഡ് ലെവൽ അങ്ങനെ എന്തോ കംപ്ലൈന്റ് പറഞ്ഞത്. ഞാൻ അല്ലേ വേണേ പിന്നെ വരാം. അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ കാര്യത്തിലാണ്, കാരണം ഞാൻ ലേഡി അതിനെ കൊണ്ടൊരു അതൊരു ലേഡിയാണ്, പിന്നെ പറ്റില്ല എന്ന്. അപ്പം ഇവര് 2 ഫോണുണ്ട്. ഇവര് പറഞ്ഞു ഈ ഒരു ഫോൺ, വേറൊരു ഫോൺ എടുത്ത് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ലോക്ക് ഉണ്ട്, ഈ ലോക്ക് അൺലോക്ക് ആക്കണം, പക്ഷെ എനിക്ക് കുറച്ച് തിരക്കാണ്, ഇവിടെ ബാങ്കിൽ എവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മാമിന് മെയിൽ ID പാസ്വേഡ് അറിയോ, അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഡാറ്റ പോകില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ. അപ്പോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് എൻ്റെ ഒരു താല്പര്യം, കാരണം എനിക്കിത് ഞാൻ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടിട്ട്. അപ്പൊ ഞാൻ ചെയ്ത് മെയിൽ ID പാസ്വേഡ് വെച്ച് ഇവരെ അതായത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തപ്പോ ഒരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ തന്നെ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ. അതൊരു ലേഡിയാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മളെ വേറെ സർവീസറും വന്നു. അപ്പൊ ഇവരോട് ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി ഇങ്ങനെ നല്ലോണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ പോകാനപ്പോ തിരിച്ചു വരുന്നു, വേറൊരു ഫോണിന്റെ അവർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പോയിട്ട് വരുമ്പോ ഇവരെ എനിക്ക് കുറെ മുട്ടായി സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു, കുറെ സിനിമകളൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റില്ല മാം പറഞ്ഞു. അപ്പൊ ഓരോ പറഞ്ഞല്ല ഇത് വാങ്ങണം, അതായത് ഇവിടുത്തെ മാനേജറോട് ഞാൻ പറയാം എന്റെ കുട്ടിയാന്ന് പറയാം, എന്റെ അടുത്ത വീട്ടിലെ കുട്ടിയാന്ന്, ഞാൻ റിലേറ്റീവ് ആണ് എനിക്കൊരു പറയാൻ പറഞ്ഞിട്ട് ഒരു ഭയങ്കര സന്തോഷത്തില് ഈ സാധനം ഞാൻ എനിക്ക് പറ്റൂല, എടുക്കണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലെല്ലാം തന്ന് എന്റെ കെട്ടിപ്പിടിച്ചിട്ടെല്ലാം പോയിട്ടോ ഭയങ്കര. ഇന്ന് ഈ അടുത്തുള്ളത് പറഞ്ഞാലും ഒരു ക്യാബിൻ ക്രൂ വന്നു ഇവിടെ നമ്മളിവിടെ. അപ്പൊ ഇവര് ലാൻഡ്ഷിപ്പിന്റെ അടുത്താണ് ഇവരെ ഹോട്ടൽ വരുന്നത്, അതായത് കിങ്സ്ബേ അങ്ങനെ ഒരു ഹോട്ടലുണ്ട് അവിടെയാണ്, ഗേറ്റ്സ്ബേ അവിടെയാണ്. അപ്പൊ ഇവരാണെങ്കിൽ ഇവര് ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല, പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പൊ ഇവര് വന്ന് ഇവര് iPhone X ആണ്, XR. അപ്പൊ അവര് വന്ന് ഡിസ്പ്ലേ മാറ്റുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ പറഞ്ഞ റേറ്റ് എല്ലാം പറഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി മതി പറഞ്ഞു. നമ്മൾ റേറ്റ് പറഞ്ഞാൽ അവർ നേരെ നമ്മൾ അപ്പുറത്തെ ഒരു ഷോപ്പുണ്ട് പുറത്ത്, അവിടെ പോയിട്ട് അവർ പറഞ്ഞിങ്ങനെ അവിടുന്ന് ചോദിച്ചു, കാരണം അവിടുന്ന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരിക്കണം ചിലപ്പോൾ. കുറെ ബോയ്സ് അല്ല അവിടെ, ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ പോയത്, അവരോട് ചോദിച്ചിട്ടുണ്ടാണ്. അപ്പം അവർ നേരെ അങ്ങോട്ട് വന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞ ഇങ്ങനെ ചെയ്തോ ഫസ്റ്റ് ക്വാളിറ്റി മതി, എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഫ്ലൈറ്റ് 6 മണിക്ക് വന്നു. അപ്പൊ ഓക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ അവര് വെള്ളം ഉണ്ടോ, വെള്ളം വന്നു, അവർ മുഖെല്ലാം വല്ലാണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെള്ളം കൊടുത്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു താങ്ക് യു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. ഇപ്പൊ എന്താ
ആ യു സ്റ്റാവിങ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു ആ വിശക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത റെസ്റ്റോറൻറ്റിൽ മാം പോയിക്കോന്നു പറഞ്ഞു. പറ്റൂല, അവർക്ക് ഭയങ്കര പേടി. അതായത് കൂടെ ആളില്ല. അപ്പൊ ഞാൻ ബാക്കി എല്ലാവരും പോയി കൊളീഗ്സ് പറഞ്ഞു എല്ലാവരും ഉറങ്ങുന്ന ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഉറങ്ങാന്നുണ്ട്. അപ്പം ഒരു ചോദിച്ചു എൻ്റെ കൂടെ വരുവാണ് ഹോട്ടലിൽ. ഞാനിവിടെ ടോപ്പ് ഫോമിൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ SC ഉണ്ട്. ഒരു പറഞ്ഞു പോയിക്കോ പറഞ്ഞു, കൂടെ പോയിക്കോ. അപ്പൊ നമ്മൾ പോയി ടോപ്പ് ഫോം പോയി ഫുഡ് വാങ്ങി കൊടുത്ത് അവരെന്നെ എന്നോട് പറഞ്ഞ് കഴിക്കണം, നീയും കഴിച്ചാലേ ഞാൻ കഴിക്കണം. അങ്ങനെ ഞാൻ കഴിച്ചു. ഞാനിത് മിന്റിലേക്ക് കുടിച്ച് ഒരു ബിരിയാണി കഴിച്ചു. ഓർക്കാണെങ്കിൽ ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കാരണം കുറച്ച് ലേറ്റ് 3:30 അങ്ങനെ ആയി. ഒരു വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 2-3 സ്ഥലത്ത് പോയി ചോദിക്കുന്ന എമൗണ്ട്. പിന്നെ എന്നോട് ഫോൺ വാങ്ങിയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് ഞാൻ കാൽക്കുലേറ്റർ എടുത്തു. അപ്പോൾ ഒരു 3000 റേറ്റഡ് അല്ലേ 3800 അങ്ങനെ പറഞ്ഞപ്പോൾ ഡിവൈഡഡ് ബൈ 200 അടിച്ച് ഒരു ബഹ്റിൻ അടിച്ച്. അപ്പോൾ ചെറിയ എമൗണ്ട് അങ്ങനെ ഉള്ളൂ, 19 അങ്ങനെ. അപ്പം നമ്മളെ ചെയ്ത് കൊടുത്ത് തിരിച്ചു വന്നു. ഭയങ്കര ഫ്രണ്ട്ലി, ഇൻസ്റ്റ ID എല്ലാം വാങ്ങി തിരിച്ചു പോകുമ്പോൾ നമ്മള് ഹഗെല്ലാം ചെയ്ത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ്